പ്രിയപ്പെട്ടവരെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത. അതായത് എന്തിനാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്? ഒരുപാട് ബേസുകളും പണമൊക്കെ ചെലവഴിച്ച് എന്തിനാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്? അവർക്ക് അമേരിക്കയിലേക്ക് പോയാൽ പോരെ എന്ന ചോദ്യമുണ്ടെങ്കിൽ അതിന്റെ മറുപടിയാണ് JD വാൻസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ താഴെ സ്ഥാനത്ത് നിൽക്കുന്ന JD വാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് എന്നാണ്. ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട്, പക്ഷെ ഇറാന് ആണവായുധം ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടി ഇത്രമാത്രം പണം ചെലവഴിച്ച് അവർ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഹോർമുസ് അടക്കാനുള്ള ശ്രമം അതൊരു പക്ഷേ വിജയിക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് അടക്കുക എന്ന ഇറാന്റെ തന്ത്രം വിജയിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വലിയ 7 മുതൽ 15 മില്യൺ ബെർമീൽ ഓരോ ദിവസവും അത്രമാത്രം എണ്ണ പുറത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ഹോർമുസ് കടലിടുക്ക് ആകണമെന്നില്ല, അത് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇറാനികൾ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള വാണിജ്യ സംവിധാനങ്ങളെ തകർക്കുവാനോ അത് ഇല്ലാതാക്കാനോ ഇറാൻ ഒരിക്കലും കഴിയുകയില്ല. അവർ ഏത് രൂപത്തിലുള്ള പ്രഷർ എടുത്താലും അവർക്ക് അന്താരാഷ്ട്ര ട്രേഡിംഗ് സിസ്റ്റം തകർക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് നിലവിലുണ്ട്. അത് പൂർണ്ണമായും തകർക്കാൻ ഇറാൻ കഴിയില്ല. മാത്രമല്ല, ഇറാൻ സാമ്പത്തികമായ ശക്തമായ രൂപത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോകാൻ പോകുന്നു. അതിലൂടെ ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുന്നത് വരെ ആ കാര്യം നീണ്ടു നിൽക്കും. ഇവിടെ പ്രധാനമായി പറയുന്നത് മാസങ്ങളോളം ഒരുപക്ഷെ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ ദീർഘകാലം തന്നെ സാധിച്ചു എന്ന് വരാം. പക്ഷെ അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ JD വാൻസ് പറയുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇറാൻ ഒരുപക്ഷെ ഹോർമുസ് കടലിടുക്ക് അടക്കാം. ഇനി മറ്റുള്ള എവിടെയെങ്കിലും അവർക്ക് അടക്കാൻ സാധിക്കും. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും ഇല്ലാതാക്കാൻ, ഇറാനെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താൻ അമേരിക്കക്കും ഇസ്രയേലിനും കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ഇവിടെ പറയുകയാണ്. പക്ഷേ ഈ ഒരു ഉപരോധം അവർക്കെതിരെ നീണ്ടു നിൽക്കുമ്പോൾ അവർക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാവുകയില്ല, അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഇപ്പോൾ JD വാൻസ് പറയുന്നത്. എന്തായാലും എന്തിനാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അവരുടെ നിലനിൽപ്പ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു കാര്യം, ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് ഇറാന് ആണവായുധം ഉണ്ടായാൽ? ഇവിടെ റഷ്യയുടെ കയ്യിൽ ആണവായുധമുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നല്ല, ലോകത്ത് മനുഷ്യർക്കെതിരെ ആണവായുധം ഉപയോഗിച്ച ഒരേ ഒരു ശക്തി ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. ആ ഉപയോഗിച്ചതിന്റെ അനന്തരഫലങ്ങളെല്ലാം മനസ്സിലാക്കി വീണ്ടും ഉപയോഗിച്ച രാഷ്ട്രം ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്ക മാത്രമാണ്. അതുപോലെ തന്നെ ബ്രിട്ടന് ആണവായുധമുണ്ട്, ഫ്രാൻസിന് ആണവായുധമുണ്ട്, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട്, ചൈനയുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഇങ്ങനെ അതുപോലെ ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ട്. ഈ രാഷ്ട്രങ്ങളൊക്കെ ആണവായുധം സൂക്ഷിക്കുമ്പോൾ ഇറാന് മാത്രം എന്തുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് ഇറാൻ അപകടമാണെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അമേരിക്കക്കുള്ളിൽ എന്തോ ഒരു ഭീതി ഇറാനിൽ നിന്ന് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ആണവായുധം കൂടെ ഇറാന്റെ കയ്യിൽ ഉണ്ടായാൽ അമേരിക്കൻ ഇസ്രയേൽ മേധാവിത്വം ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന വ്യക്തമായ ധാരണ അമേരിക്കക്കും ഇസ്രയേലിനും ഉണ്ട് എന്ന് തന്നെയാണ്. അവരുടെ മിസൈൽ ടെക്നോളജികളും ഡ്രോൺ ടെക്നോളജികളും അമേരിക്കയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തുന്നു. ഇനി ആണവായുധം ഉണ്ടായാൽ അവരുടെ മേധാവിത്വം പോലും തകർക്കപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്.